നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കുക, ഇവിടെ പിക്ക് ഔട്ട് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ മോസ്കിറ്റോ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ എങ്ങോട്ടൊന്നും നോക്കണ്ട, നമുക്ക് കിട്ടി ഏതാണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ, മോസ്കിറ്റോ, MOSQUITO, മോസ്കിറ്റോ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം അനോണിമസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ്. അപ്പൊ അനോണിമസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഈ തന്നിരിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കും, അത് നമുക്കറിയാം, ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അനോണിമസ് അല്ലെ, അനോണിമസ്. അതാണ് കറക്റ്റ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? കോമ്പറ്റീഷൻ എന്നുള്ള വാക്കാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, COMPETITION, കോമ്പറ്റീഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ആക്റ്റീവ് വോയിസ് ഇൻടു പാസീവ് വോയിസ്. അപ്പൊ മിസ്റ്റർ ജോൺ മെയ്ഡ് ദ കേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം എന്താ? മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിൽ ഒബ്ജക്റ്റിൽ തുടങ്ങണം. അതായത് ദ കേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമുക്ക് തുടങ്ങണം. അപ്പൊ നമുക്ക് തോന്നിയിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ്. ദ കേജ് എന്ന് പറഞ്ഞു ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിന് ശേഷം നമുക്ക് ഇനി വരേണ്ടത് വെർബാണ്. ആ വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ് പ്ലസ് V3, ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിലായിരിക്കണം പാസീവ് വോയിസിന്റെ വെർബ് ഫോം വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരേണ്ടത് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ബി ഫോംസ് ആണ് വരേണ്ടത്. ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ഹാഡ് ബീൻ വരാം, പിന്നെ ബീൻ വരാം, ബീയിങ് വരാം. ഇതിലേതെങ്കിലും ഒന്ന് വരാം. ഇവിടെ നോക്കാം, ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കാം, ഇവിടുത്തെ വെർബ് നോക്കാം. ഇവിടുത്തെ വെർബ് മേഡ് എന്നാണ്. ഇവിടുത്തെ വെർബ് മേഡ് ആവുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വരേണ്ടത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? വാസും വേർ. വാസും വേറുമാണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം. അതിൽ വാസ് വരുമോ വേർ വരുമോ എന്നുള്ളത് ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ച. ഇവിടുത്തെ ഒബ്ജക്റ്റ് ദ കേജ് ആണ്. ദ കേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സിംഗിളർ ആയതുകൊണ്ട് വാസ് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റിന് ശേഷം ദ കേജിന് ശേഷം വാസ് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? ഈ പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ ദ കേജ് വാസ്. പിന്നെ V3 ഫോം, മേക്കിന്റെ V3 ഫോം എന്ത് തന്നെയാണ്? മേഡ് തന്നെയാണ്. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പൊ എന്താ? മിസ്റ്റർ ജോൺ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ കേജ് വാസ് മെയ്ഡ് ബൈ മിസ്റ്റർ ജോൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹീസ് റൈറ്റിംഗ് എ സ്റ്റോറി. അപ്പൊ ഇതും പാസീവ് വോയിസിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സബ്ജക്റ്റ് ഹീ ആണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് എ സ്റ്റോറിയാണ്. അപ്പോൾ ഒബ്ജക്റ്റിലായിരിക്കും നമുക്ക് തുടങ്ങേണ്ടത്. എ സ്റ്റോറി എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ വെർബ് നോക്കുക. ഈസ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അതിലെ ഈസ് എന്ന് പറയുന്നത് സമം പ്രസന്റ് ആണ്. അത് അതുപോലെ നമുക്ക് എടുത്തെഴുതാം. ഈസ്, എ സ്റ്റോറി ഈസ്. ഇത് നമുക്ക് വേണ്ടത് V3 ഫോമാണ്. അത് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഫോമാണ്. കണ്ടിന്യൂസ് ഫോമിലുള്ള വെർബ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ബീയിങ് എഴുതുക. ബി ഫോംസ് ആണല്ലോ ഇനി വരേണ്ടത്. അപ്പം ബീയിങ് എഴുതുക. അതിനുശേഷം ഏത് വെർബാണോ, ഇവിടെ റൈറ്റ് ആണല്ലോ, അതിന്റെ V3 ഫോം എഴുതുക. ബീയിങ് പ്ലസ് V3. കണ്ടിന്യൂസ് ടെൻസിലുള്ള വെർബ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബീയിങ് പ്ലസ് V3 എന്നാക്കണം. അപ്പൊ റൈറ്റിങ്ങിനെ ബീയിങ് പ്ലസ് V3 എന്നാക്കുമ്പോൾ ബീയിങ് പ്ലസ് റൈറ്റിന്റെ V3 എന്താണ്? റിട്ടൺ. ബീയിങ് പ്ലസ് റിട്ടൺ. അപ്പൊ ഈസിന് ശേഷം ബീയിങ് റിട്ടൺ എന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ, പിന്നെ ബൈ ഹിം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വ്യത്യസ്തമായിട്ട് ചോദ്യമാണ്. റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? അവർ തമ്മിൽ സംസാരിക്കുന്ന ഡയലോഗുകൾ തന്നിട്ടുണ്ട്. റീഡ് ദ ഡയലോഗ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ സ്റ്റീഫനും മിസ്റ്റർ രാജും തമ്മിലുള്ള സംഭാഷണമാണ്.
അതിവിടെ തന്നിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്നു വാട്ട് ഡിഡ് യു ഡു. അപ്പം അതിന് മറുപടിയായിട്ട് മിസ്റ്റർ രാജ് പറഞ്ഞിരിക്കുന്നു ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 2 ഡയറക്റ്റ് സ്പീച്ചുള്ളത്. ഓക്കെ, വാട്ട് ഡിഡ് യു ഡു എന്ന് പറയുന്ന ഡയറക്റ്റ് സ്പീച്ചും ഐ ഗേവ് എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് എന്ന് പറയുന്ന 2 ഡയറക്റ്റ് സ്പീച്ചാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇത് 2 രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഇങ്ങനെയാണ്, മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എഴുതണം. അപ്പം നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏതായിരിക്കണം? ഈ ഡയറക്റ്റ് സ്പീച്ചിനെ മിസ്റ്റർ സ്റ്റീഫൻ ചോദിച്ച കാര്യമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഡിഡ് യു ഡു. അപ്പോൾ ഈ സെനൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്. ഒപ്പം ഇത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെനൻസ് ആകുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്തെഴുതുക. അപ്പോൾ വാട്ട് എന്ന് വരണം. അപ്പോൾ വാട്ട് ഇവിടെ എല്ലായിടത്തും വാട്ട് എന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിഡ് യു ഡു എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പം അങ്ങനെ വരും യു ഡിഡ് എന്ന് വരും. ഡിഡ് പ്ലസ് ഡു എന്താണ്? ഡിഡ് തന്നെയാണ്. യു ഡിഡ്. ഓക്കെ, ഡു പ്ലസ് ഡിഡ് ഇത് തന്നെയായിരിക്കും, ഡിഡ് തന്നെയായിരിക്കും. അപ്പൊ യു ഡിഡ് എന്ന് വരും. അപ്പൊ നമുക്കിനി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ സംഭവത്തെയാണ്. യു ഡിഡ് എന്ന് പറയുന്ന സംഭവത്തെയാണ് ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യും. വാട്ട് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ യു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ആരോടാണ് ചോദിച്ചത്? മിസ്റ്റർ രാജിനോട്. അപ്പൊ മിസ്റ്റർ രാജ് എന്ന് പറയുന്നതായിരിക്കും ഒരു പുരുഷനായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഹി ആയിരിക്കണം യുവിന് പകരം വരേണ്ടത്. ഹി. ഈ ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഡിഡ്. ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? ഹാഡ് ഡൺ എന്നായി മാറും. എന്തായിരിക്കും? ഹാഡ് ഡൺ. അപ്പൊ അങ്ങനെ ഹി ഹാഡ് ഡൺ എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. എന്താ? വാട്ടിന് ശേഷം ഹി ഹാഡ് ഡൺ. ഈ ഡിഡ് ആണ് ഇവിടെ ഹാഡ് ഡൺ ആയി മാറിയത്. ഡിഡ് എന്ന് സിമ്പിൾ പാസ്റ്റ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ഡൺ ആയി മാറും. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. മിസ്റ്റർ സ്റ്റീഫൻ ആസ്ക്ഡ് മിസ്റ്റർ രാജ് വാട്ട് ഹി ഹാഡ് ഡൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ഭാഗം എന്താണ്? മിസ്റ്റർ രാജ് അതിന് മറുപടി പറഞ്ഞ കേട്ട എന്താണ് പറഞ്ഞത്? ഐ ഗേവ് എ കംപ്ലൈന്റ് ടു ദ പോലീസ്. അപ്പോൾ മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ്. അപ്പൊ ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിന് രൂപമാറ്റമൊന്നും വരുത്തണ്ട. ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. ഐ എന്നുള്ളത് എന്താവും? ഹി ആവും. കാരണം മിസ്റ്റർ രാജാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അയാൾ തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ ഐ ഹി ആവണം. അപ്പൊ ഐയെ ഹി ആയി മാറ്റണം. ഗേവ് എന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അപ്പൊ ഹി ഹാഡ് ഗിവൺ എന്നാവണം. പിന്നെ എ കംപ്ലൈന്റ് ടു ദ പോലീസ്. അങ്ങനെ ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈന്റ് ടു ദ പോലീസ് എന്ന തരത്തിൽ വന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈന്റ് ടു ദ പോലീസ്. അപ്പൊ എങ്ങനെ ആയിരിക്കും? മിസ്റ്റർ രാജ് റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ഗിവൺ എ കംപ്ലൈന്റ് ടു ദ പോലീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വൺ വേർഡ് ഓഫ് ദ ഫ്രേസ് ഈസി ടു റീഡ്? വായിക്കാൻ എളുപ്പമുള്ളത് എന്നുള്ളതിൻ്റെ എന്താണ്? വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എഡിബിൾ ആണോ, എപ്പിക് ആണോ, അല്ലെ ലെജിബിൾ ആണോ, ഇൻക്രെഡിബിൾ ആണോ എന്നാണ് ഇവിടെ ചോദ്യം. എഡിബിൾ നമുക്കറിയാം, ഭക്ഷിക്കാൻ കഴിയുന്നത്. എപ്പിക് ഇതിഹാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്രെഡിബിൾ എന്ന് വെച്ചാൽ എന്താ? അവിശ്വസനീയം. ലെജിബിൾ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈസി ടു റീഡിന്റെ എന്തായിരിക്കും? ലെജിബിൾ എന്നുള്ളതാണ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ പീകോക്ക് ഡാൻസസ് ഗ്രേസ്ഫുള്ളി. പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ്. ഇവിടെ പിക്ക് ഔട്ട് ദ ആഡ്വർബ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ആഡ്വർബ് ഏതെന്നാണ്. കാരണം ഇതിനകത്ത് അഡ്ജക്റ്റീവ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്തേ ഉള്ളൂ? ആഡ്വർബേ ഉള്ളത്. ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന ആഡ്വർബ്. അപ്പൊ പിക്ക് ഔട്ട് ദ ആഡ്വർബ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗ്രേസ്ഫുള്ളി എന്നാണ്. കാരണം ആഡ്വർബ് എന്ന് വെച്ചാൽ എന്താ? ക്രിയയെ വിശേഷിപ്പിക്കും. ഇവിടുത്തെ ക്രിയ ഡാൻസസ് ആണ്. എങ്ങനെ ഡാൻസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഗ്രേസ്ഫുള്ളി, മനോഹരമായി. അപ്പൊ അങ്ങനെ ഇതാണ് ഇവിടുത്തെ ആഡ്വർബ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആഡ്വർബ് ആണ്. ഡി ആണ്. ഇവിടെ ചോദ്യം ആഡ്വർബ് എന്നാണ് വരേണ്ടിയിരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ബി. ബിയുടെ ശരിയായ രൂപം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബീയിങ് ആണോ, ബീനാണോ, വേർ ആണോ, വാസ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ടെൻസ് രൂപമുള്ള ബിയുടെ രൂപമാണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് ബീയിങ്ങും ബീനും എന്തില്ല? പ്രത്യേക ഒരു ടെൻസ് ഫോം ഇല്ല. അതുകൊണ്ട് ഇതിനെ രണ്ടിനെ നമുക്ക് പരിഗണിക്കേണ്ട. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ടെൻസ് ഫോം ആയിട്ട് വന്നിരിക്കുന്നത് വേറും വാസുമാണ്. ഇത് രണ്ടും സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതിൽ വാസ് വരുമോ വേർ വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലൂറലാണ്.
അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കൂടെ എന്തേ വരത്തുള്ളൂ, വേറെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ സി ആണ് അല്ലെങ്കിൽ വേറെ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.